ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ റിവറ്റഡ് ജോയിനിൽ ഞാനിപ്പോൾ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്പർ ഓഫ് ഇപ്പോൾ റിവറ്റഡ് ജോയിൻ്റ് ലാബ് ജോയിൻ്റ് ആയാലും ബഡ് ജോയിൻ്റ് ആയാലും ഇതിനകത്ത് ചിലപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ്. അപ്പോൾ നമ്മൾ ഡബിൾ റിവറ്റഡ് എന്ന് വെച്ചാൽ 2 ലൈൻ ഓഫ് റിവറ്റ്സ് ഉണ്ടായിരിക്കും. ചെയിൻ റിവറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ 2 ലൈൻ ആയിരിക്കും. ആ 2 ലൈൻ ഇപ്പോൾ ഇതിനകത്ത് ആണെങ്കിൽ ഇത് ഡബിൾ റിവറ്റഡ് ആണ്. ഇപ്പോൾ 2 ലൈനായിട്ടാണ് റിവറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡബിൾ റിവറ്റഡ് എന്ന് വെച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ റോ എന്ന് പറയാം. ഇനി ചിലപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ് ചോദിക്കും. ഇനി നമ്പർ ഓഫ് റിവറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച്. പെർ പിച്ച് എത്ര റിവറ്റ് ഉണ്ട്, പിന്നെ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ, നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു ലാബ് ജോയിൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു ലാപ്പ് ജോയിൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഡബിൾ റിവറ്റഡ് ആണ് കാണാം. അപ്പോൾ 2 ലൈൻ 2 ചെയിൻ ആയിട്ടാണ് 2 ലൈനിലായിട്ടാണ് റിവറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തം ഇപ്പോൾ 3 റിവറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, അഡ്ജസൻ്റ് റിവറ്റ്സ്. ഇപ്പോൾ ഇവിടെ ഈ റിവറ്റിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. പി മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ. ഈ ഹോളിൻ്റെ സെൻറ്റർ തൊട്ട് ഈ ഹോളിൻ്റെ സെൻറ്റർ വരെയാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഡബിൾ റിവറ്റഡ് ആണ് ഈ ഒരു ലൈനിലും. അപ്പോൾ 2 ലൈനിലാണ് റിവറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡബിൾ റിവറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിവറ്റ്സ്, നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച്. അപ്പോൾ എത്ര റിവറ്റ് ഉണ്ട് പെർ പിച്ച്. അപ്പോൾ പെർ പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പോയിന്റ് കണ്ടോ, ഈ ഹോളിൻ്റെ സെൻറ്റർ പോയിന്റ് തൊട്ട് ഈ ഹോളിൻ്റെ സെൻറ്റർ പോയിന്റ് വരെയാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പെർ പിച്ച്, ആ ഒരു പിച്ചിനകത്ത് എത്ര റിവറ്റ് ഉണ്ടെന്ന് നോക്കാം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു റിവറ്റ് ഫുള്ള് വരുന്നില്ല. കേട്ടോ, ഈ പിച്ച് ലെങ്ത് ഇവിടെ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു റിവറ്റിൻ്റെ ഹാഫ് പോർഷനേ ഉള്ളൂ. അപ്പോൾ ഹാഫ് റിവറ്റേ ഉള്ളൂ ഇവിടെ. അതുപോലെ ഈ പിച്ച് ഇവിടെ വരെയാണ്, ഈ സെൻറ്റർ വരെയാണ്. അപ്പോൾ ഇവിടെ ഈ റിവറ്റ് ഫുള്ളും വിടുന്നില്ല, ഇതിൻ്റെ ഹാഫ് പോർഷനെ വിടുന്നുള്ളൂ, ഒരു സെമി സർക്കിൾ മാത്രമേ വിടുന്നുള്ളൂ ആ പിച്ചിൻ്റെ. അപ്പോൾ ഈ ഒരു പിച്ചിനകത്ത് ഇവിടെ ഒരു ഹാഫ് റിവറ്റും ഇവിടെ ഒരു ഹാഫ് റിവറ്റും രണ്ടും കൂടി വരുമ്പോൾ ഒരു സിംഗിൾ റിവറ്റ് ആയിരിക്കും ഈ പിച്ചിനകത്ത് വരുന്നത്. അപ്പോൾ ഈ പിച്ചിനകത്ത് വരുന്നത് ഒരു റിവറ്റ്. അതുപോലെ ഈ റിവറ്റ് വരുന്നത് ഈ പിച്ച് ലെങ്തിനകത്താണ് ഈ ഒരു ഫുൾ റിവറ്റ് വരുന്നുണ്ട്. അപ്പോൾ പ്ലസ് ഇത് ഇവിടെ ഒരെണ്ണം കൂടി വരും. അപ്പോൾ ഇവിടുത്തെ ഈ ഹാഫും ഈ ഹാഫും കൂടിയിട്ട് ഒരു റിവറ്റ്, പിന്നെ ഈ ഒരു റിവറ്റ്, അത് ഈ പിച്ച് ലെങ്തിനകത്താണ് വരുന്നത്. ഈ പിച്ച് ലെങ്തിനകത്ത് ഈ റിവറ്റ് ഫുള്ള് വരുന്നുണ്ട്, ഫുൾ റിവറ്റ് ആണ്. അപ്പോൾ ഒരൊറ്റ റിവറ്റ് ഇവിടെ ഉണ്ട്, പിന്നെ ഇത് രണ്ടും കൂടിയിട്ട് ഒറ്റ റിവറ്റ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ച് എന്ന് പറയുന്നത് 2 റിവറ്റ്സ് പെർ പിച്ച് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 2 റിവറ്റ്സ് പെർ പിച്ച്. ഇനി അവിടെ ഇതുപോലെ തന്നെ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ. അപ്പോൾ സിംഗിൾ ഷിയറിൽ വരുന്ന എത്ര റിവറ്റ് ഉണ്ടെന്ന് നോക്കാനായിട്ട് ഇവിടെ ഈ ഒരു ഫുൾ റിവറ്റ് സിംഗിൾ ഷിയറിലാണ്. അതുപോലെ ഇവിടെ ഒരു ഹാഫ് റിവറ്റ് സിംഗിൾ ഷിയർ, ഇവിടെ ഒരു ഹാഫ് റിവറ്റ് സിംഗിൾ ഷിയർ ആണ്. അപ്പോൾ അത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ ഒരു റിവറ്റ് ഇൻ സിംഗിൾ ഷിയർ. അപ്പോൾ ഇവിടുത്തെ ഒരെണ്ണം ഇതൊരെണ്ണം കൂടി ടോട്ടൽ 2 റിവറ്റ്സ് ഇൻ സിംഗിൾ ഷിയർ. അപ്പം അങ്ങനെയാണ് നമ്മൾ എത്ര റിവറ്റ്സ് ഉണ്ട് സിംഗിൾ ഷിയർ ആയാലും ഡബിൾ ഷിയർ ആയാലും. അതുപോലെ പെർ പിച്ചിൽ എത്ര റിവറ്റ് ഉണ്ടെന്നുള്ളത് എണ്ണം കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ഇനി അടുത്ത ഒരെണ്ണം കൂടി നോക്കാം. ഇവിടെ ഈ കേസിൽ നോക്കൂ, ഇവിടെ ഇപ്പോൾ ടോട്ടൽ 4 റിവറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിച്ച് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്. ഈ ഹോളിൻ്റെ സെൻറ്റർ തൊട്ട് ഈ ഹോളിൻ്റെ സെൻറ്റർ വരെയാണ് പിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിച്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ഡബിൾ റിവറ്റഡ് ആണ്, 2 ലൈനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡബിൾ റിവറ്റഡ് ആണ്. ഇനി പെർ പിച്ച് എത്ര റിവറ്റ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഈ ലൈനിൽ ഈ പിച്ചിനകത്ത് വരുന്നത് ഒരു ഹാഫ് റിവറ്റും ഇവിടുത്തെ ഒരു ഹാഫ് റിവറ്റാണ്, രണ്ടും കൂടി ഒരു റിവറ്റ്. ഇനി ഇപ്പുറത്തെ ലൈനിൽ വരുമ്പോൾ ഈ പിച്ചിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഹാഫ് റിവറ്റും ഇവിടെ ഒരു ഹാഫ് റിവറ്റും രണ്ടും കൂടി 1. അപ്പോൾ ഇവിടുത്തെ 1 കൂടി ടോട്ടൽ നമ്പർ ഓഫ് റിവറ്റ്സ് 2 റിവറ്റ്സ് പെർ പിച്ച്. അപ്പോൾ പെർ പിച്ച് 2 റിവറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഇത് ലാബ് ജോയിൻ്റ് ആയതുകൊണ്ട് സിംഗിൾ ഷിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര റിവറ്റ്സ് ആണ് സിംഗിൾ ഷിയർ ഉള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ
ഇതിൻ്റെ ഇതും ഈ ഹാഫും ചേർന്ന് പിച്ചിനകത്താണ് കേട്ടോ. ഈ പിച്ച് ലെങ്തിനകത്ത് ഇവിടെ ഒരു ഹാഫും ഇവിടെ ഒരു ഹാഫും രണ്ടും കൂടി ചേർന്ന് ഒരു റിവറ്റ് സിംഗിൾ ഷെയർ. ഇവിടെ ഈ പിച്ച് ലെങ്തിനകത്ത് ഇവിടുത്തെ ഹാഫും ചേർന്ന് ഒരു റിവറ്റ് സിംഗിൾ ഷെയർ. ടോട്ടൽ 2 റിവറ്റ് ഇൻ 2 റിവറ്റ്സ് ഇൻ സിംഗിൾ ഷെയർ. അടുത്ത ഇവിടെ ഒരു ബട്ട് ജോയിന്റ് എടുത്തേക്കുന്നത്. ഇവിടെ ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് ഡബിൾ റിവറ്റഡ് ആണ്. ഇത് ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്ലേറ്റ്, ഇത് വേറൊരു പ്ലേറ്റ്. അപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് എത്ര ലൈൻ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 2 ലൈനാണ്. അപ്പോൾ 2 ലൈൻ എന്ന് പറയുമ്പോൾ ഡബിൾ റിവറ്റഡ്. ഓരോ ലൈനിലും 2 റിവറ്റ് വെച്ച് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പിച്ച് എന്ന് പറയുന്നത് കണ്ടോ, ഈ സെൻറ്റർ തൊട്ട് ഈ സെൻറ്റർ വരെയാണ് പിച്ച്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇവിടെ എത്ര റിവറ്റ് ഉണ്ട് പെർ പിച്ച് നോക്കാം. ഇവിടെ ഈ പിച്ച് ലെങ്തിനകത്ത് ഇവിടുത്തെ ഒരു ഹാഫും ഇവിടുത്തെ ഒരു ഹാഫും പെടുന്നുണ്ട്. ടോട്ടൽ 1 റിവറ്റ്. ഇനി ഈ പിച്ച് ലെങ്തിനകത്ത് ഇവിടുത്തെ ഹാഫും ചേർന്ന് ഒരു റിവറ്റ്. ടോട്ടൽ 1 + 1 2 റിവറ്റ്സ് പെർ പിച്ച്. ഇനി ഇവിടെ ഡബിൾ ഷിയർ വരുന്നത് അല്ല ലാപ്പ്, ഇത് ബട്ട് ജോയിന്റ് ആയതുകൊണ്ട് ഡബിൾ ഷിയർ ആണ്. ഇവിടെയും ഒരു ഷിയർ വരും. ഇവിടെ ഈ ലൈനിലും ഷിയർ വരും. ഡബിൾ ഷിയർ ആണ്. അപ്പോൾ എത്ര റിവറ്റ്സ് ആണ് ഡബിൾ ഷിയറിൽ വരുന്നത് നോക്കാം. അപ്പോൾ ഡബിൾ ഷിയറിൽ വരുന്നത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ പിച്ച് ലെങ്തിനകത്ത് എത്ര എണ്ണം ഡബിൾ ഷിയർ വരുന്നുണ്ട് നോക്കണം. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് റിവറ്റ് ഡബിൾ ഷിയർ ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് റിവറ്റ് ഡബിൾ ഷിയർ ഉണ്ട് ഈ പിച്ചിനകത്ത്. ടോട്ടൽ 1 റിവറ്റ് ഇൻ ഡബിൾ ഷിയർ. ഇവിടെ വരുമ്പോൾ ഈ പിച്ചിനകത്ത് വരുമ്പോൾ ഇവിടെ ഒരു ഹാഫ് റിവറ്റും ഇവിടെ ഒരു ഹാഫ് റിവറ്റും ഡബിൾ ഷിയർ ആണ്. ടോട്ടൽ 1 റിവറ്റ് ഇൻ ഡബിൾ ഷിയർ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 1 2 റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ. ഇനി ഇവിടെ ഇത് സിക്സാഗ് കേസ് ആണ്, ഡബിൾ ആണ്, ബട്ട് ജോയിന്റ് ആണ്, ഡബിൾ സ്ട്രാപ്പ് ആണ്. ഡബിൾ മുകളിൽ താഴെ സ്ട്രാപ്പ് ഉണ്ട്, സ്ട്രാപ്പ് പ്ലേറ്റ് ഉണ്ട് അല്ലെങ്കിൽ കവർ പ്ലേറ്റ് ഉണ്ട്. അപ്പം ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് ആണ്. പിന്നെ എന്താണ് ഡബിൾ റിവറ്റഡ് ആണ്. 2 ലൈനിൽ റിവറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ചിനകത്ത് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ തൊട്ട് ഇത്ര വരെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഈ സെൻറ്റർ വരെ. അപ്പോൾ ആ പിച്ച് ലെങ്തിനകത്ത് ഇവിടെ ഒരു ഹാഫ് റിവറ്റും ഇവിടെ ഒരു റിവറ്റിൻ്റെ ഹാഫ് പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിവറ്റ്. അപ്പോൾ ഇവിടെ ഈ ലൈനിൽ ഒരു 1 റിവറ്റ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ പിച്ചിനകത്ത് ഈ റിവറ്റ് ഫുള്ള് വരുന്നുണ്ട് ഈ പിച്ച് ലെങ്തിൽ. അപ്പോൾ ഇതൊരു ഒരെണ്ണം. അപ്പോൾ ഇവിടുത്തെ ഒന്നും വരുമ്പോൾ എത്രയാണ്? ടോട്ടൽ 2 റിവറ്റ്സ് പെർ പിച്ച്. ഇനി നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ, എത്ര ഡബിൾ ഷിയറിൽ വരുന്നുണ്ട്? അപ്പോൾ ഈ പിച്ച് ലെങ്തിനകത്ത് ഈ ഒരു റിവറ്റ് ഡബിൾ ഷിയർ വരുന്നുണ്ട്. ഈ പിച്ച് ലെങ്തിനകത്ത് ഇവിടുത്തെ ഹാഫും ചേർന്ന് ഒറ്റ റിവറ്റ് ഡബിൾ ഷിയർ വരുന്നുണ്ട്. ടോട്ടൽ 1 + 1 2 റിവറ്റ് ആണ് ഇൻ ഡബിൾ ഷിയർ. ഇവിടെ നമ്മൾ ഒരു പ്ലേറ്റേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു പ്ലേറ്റിനകത്ത് വരുന്നത് ഇപ്പോൾ ബട്ട് ജോയിന്റിനകത്ത് ഇവിടെ 2 ഇവിടെ 2 രണ്ടും ഈക്വൽ ആയിരിക്കും. 2 സൈഡിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലെ എണ്ണ കൺസിഡർ ചെയ്യുള്ളൂ. അടുത്തത് ഇതാണ് ബട്ടാണ്. ഡബിൾ അല്ല, ട്രിപ്പിൾ റിവറ്റഡ് ആണ്. 3 ലൈനിലാണ് റിവറ്റുകൾ വന്നിരിക്കുന്നത്. ട്രിപ്പിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് ആണ്. മാത്രമല്ല സിക്സാഗും ആണ്. ഇങ്ങനെ വരുമ്പോൾ എത്ര റിവറ്റ് ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ട്രിപ്പിൾ റിവറ്റഡ് ആണ്, 3 ലൈനിലായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇതിനകത്തെല്ലാം ഇതാണ് ഡബിൾ ഷിയർ ആണ്. ഇനി നമ്പർ ഓഫ് റിവറ്റ്സ് പെർ പിച്ചിൽ എത്ര റിവറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഈ ലൈനിൽ നോക്കാം. ഇവിടെ തൊട്ട് ഇത്രയും വരെയാണ് പിച്ച് വരുന്നത്. അപ്പോൾ ഈ പിച്ചിനകത്ത് ഈ റിവറ്റിൻ്റെ ഹാഫ് ഈ പിച്ചിനകത്ത് വിടും, ഇതിൻ്റെ ഹാഫും വിടും. അപ്പോൾ ടോട്ടൽ ഇവിടെ ഈ ലൈനിൽ 1 റിവറ്റ്. അതുപോലെ ഈ പിച്ചിനകത്ത് ഈ റിവറ്റ് ഫുൾ വിടും, അതുപോലെ ഈ പിച്ചിനകത്തും ഈ റിവറ്റ് ഫുള്ള് വിടും. അപ്പോൾ 1 2 പിന്നെ ഇവിടുത്തെ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള 1 ടോട്ടൽ 3 റിവറ്റ്സ് പെർ പിച്ച്. 3 റിവറ്റ് ആണ് പെർ പിച്ച് ലെങ്ത്തിൽ 3 റിവറ്റ് വരും. അതുപോലെ ഡബിൾ ഷിയറിലുള്ളത് ഇത് വരും. അപ്പോൾ ഈ പിച്ചിനകത്ത് വരണം. ഈ പിച്ചിനകത്ത് ഇത് ഫുള്ള് ഡബിൾ ഷിയർ, ഇത് ഫുൾ ഡബിൾ ഷിയർ. ഇനി ഇതും ചേർന്ന് ഇതിൻ്റെ പകുതിയും ചേർന്ന് ഒരെണ്ണം ഡബിൾ ഷിയർ. ടോട്ടൽ 3 റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ.
ഇനി ഈ കേസിലാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ സ്ട്രാപ്പ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കേസിലൊക്കെ ഡബിൾ സ്ട്രാപ്പിനകത്ത് സ്ട്രാപ്പിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ കവർ പ്ലേറ്റിൻ്റെ ലെങ്ത് രണ്ട് ഈക്വൽ ആയിരുന്നു. കണ്ടോ, ഇവിടെ ഈ രണ്ട് ഈക്വൽ ആയിരുന്നു. ഇവിടെ അൺഈക്വൽ കവർ പ്ലേറ്റ്സ് ആണ്. ട്രിപ്പിൾ റിവറ്റഡ് ആണ്, അത് 3 ലൈനിൽ റിവറ്റിംഗ് ഉണ്ട്. ട്രിപ്പിൾ റിവറ്റഡ് ആണ്, പക്ഷേ അൺഈക്വൽ സ്ട്രാപ്പാണ്. ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത് ഇത്രയും വരെയുള്ളൂ. അടിയിലത്തെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇന്നർ സ്ട്രാപ്പ് അല്ലെങ്കിൽ ഇന്നർ കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇത്രയും വരെയുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ പ്ലേറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. അതിനകത്ത് 3 ലൈൻസ് ഉണ്ട്, 3 ലൈൻ റിവറ്റിംഗ് ഉണ്ട്. അതിൽ ഒരെണ്ണം എക്സ്ട്രീം ഏറ്റവും പുറത്തുള്ളത് ഔട്ടർ റോ എന്ന് പറയും. ഇത് ഈ ഔട്ടർ റോയിൽ റിവറ്റ് അത് എന്താണ് സിംഗിൾ സ്ട്രാപ്പാണ് വരുന്നത്, അതിൻ്റെ മുകളിൽ സ്ട്രാപ്പില്ല. പിന്നെ ബാക്കി രണ്ടെണ്ണം ഇന്നറിൽ വരുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാപ്പാണ്. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം എത്ര റിവറ്റ്സ് പെർ പിച്ച് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ പി ഒ കണ്ടോ, ഈ റിവറ്റ് തൊട്ട് ഈ റിവറ്റ്, ഇവിടെ 2 റിവറ്റാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതാണ് ഔട്ടർ പിച്ച്. ഇവിടെ തൊട്ട് ഇത്രയും വരെ ഔട്ടർ പിച്ചാണ്, പി ഒ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ ഉള്ളിൽ വരുന്നത് ആണ് സിക്സാഗ് ആണ്. സിക്സാഗ് മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിക്സാഗ് ആണ്, ഇവിടെ സിക്സാഗ് ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് ഇന്നർ റോ. അത് ഡബിൾ സ്ട്രാപ്പിൽ വരുന്നത് സിക്സാഗ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഈ റിവറ്റ് തൊട്ട് ഈ റിവറ്റ് വരെ, ഈ റിവറ്റിന്റെ സെന്റർ തൊട്ട് ഈ റിവറ്റിന്റെ സെന്റർ വരെ ഉള്ളത് ഇന്നർ പിച്ച് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്, അതായത് ക്വസ്റ്റ്യനിലെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഈ ഇന്നർ പിച്ച്, ഈ ഔട്ടർ പിച്ച് എന്ന് പറയുന്നത് ഈ പി ഐയുടെ ഡബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ പിച്ചായിട്ട് എടുക്കുന്നത് ഔട്ടർ പിച്ചാണ്. ഈ ഔട്ടർ പിച്ചിന്റെ ഹാഫ് ആണ് ഇന്നർ പിച്ച് പി ഐ. അപ്പോൾ പി ഒ ഇസിക്കൽ ടു 2 ടൈംസ് പി ഐ ആണ്. അപ്പോൾ ഇതാണ് ഇന്നർ പിച്ച്. അതുപോലെ ഇവിടെ തൊട്ട് ഇത്ര വരെ പി ഐ, ഇവിടെ തൊട്ട് ഇത്രയും വരെ പി ഐ. അപ്പോൾ 2 പി ഐ ചേരുമ്പോഴാണ് ഒരു ഔട്ടർ പിച്ച് കിട്ടുന്നത്. അപ്പോൾ ഔട്ടർ പിച്ചാണ് നമ്മുടെ മെയിൻ പിച്ച് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എത്ര റിവറ്റ്സ് പെർ പിച്ച് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇവിടെ തൊട്ട് ഇത്ര വരെയാണ് പിച്ചായിട്ട് നോക്കുന്നത്. ഔട്ടർ പിച്ചാണ് നമ്മൾ മെയിൻ പിച്ചായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ പിച്ചിനകത്ത് ഇവിടുത്തെ ഒരു ഹാഫ് റിവറ്റും ഇവിടുത്തെ ഒരു ഹാഫ് റിവറ്റും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്ന് 1 റിവറ്റ്. പിന്നെ ഈ പിച്ച് ലെങ്തിനകത്ത് ഈ റിവറ്റും ഫുള്ള് വിടും. അപ്പോൾ എത്ര ഉണ്ടായി? ഇവിടെ 1 + 2 3 ആയി. പിന്നെ ഈ പിച്ചിനകത്ത് ഈ റിവറ്റ് ഫുള്ള് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം ഫുൾ റിവറ്റ്. അപ്പോൾ എത്ര ഉണ്ടായി? 4 റിവറ്റായി. ഇനി വരുന്നത് വെച്ചാൽ ഈ പിച്ചിനകത്ത് വരുന്ന ഈ റിവറ്റിന്റെ പകുതി വരും, ഈ റിവറ്റിന്റെ പകുതി വരും. അപ്പോൾ ഇതിന്റെയും പകുതി കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണവും. അപ്പോൾ എത്ര ഉണ്ടായി? 5 റിവറ്റായി. ടോട്ടൽ 5 റിവറ്റ്സ് പെർ പിച്ച് ലെങ്ത് ആയിട്ട്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്ര റിവറ്റ്സ് ആണ് ഡബിൾ ഷിയർ ഉള്ളത്, എത്ര എണ്ണമാണ് സിംഗിൾ ഷിയർ ഉള്ളത്. ഇത് സിംഗിൾ ഷിയർ ആയിരിക്കും. ബാക്കി ഈ 2 ലൈനിൽ വരുന്നത് ഡബിൾ ഷിയർ ആയിരിക്കും. അപ്പോൾ ഡബിൾ ഷിയർ വരുന്നത് ഇത്രയും പോർഷനാണ്. ഇതിനകത്ത് എത്ര എണ്ണം ഡബിൾ ഷിയർ ഉണ്ടെന്ന് നോക്കാം. ആ പിച്ചിനകത്ത് വരുന്നത് നോക്കണം. അപ്പോൾ ഈ പിച്ച് ലൈനിൻ്റെ അകത്തും ഈ ലൈനിൻ്റെ അകത്തും വരുന്നതിൽ ഇതിൻ്റെ ഹാഫ് വരുന്നത്, ഇവിടെ ഹാഫ് റിവറ്റിൻ ഡബിൾ ഷിയർ, ഇവിടെ ഹാഫ് റിവറ്റിൻ ഡബിൾ ഷിയർ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു 1 റിവറ്റിൻ ഡബിൾ ഷിയർ. പിന്നെ ഇത് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആ പിച്ച് ലെങ്തിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇത് 1 റിവറ്റിൻ ഡബിൾ ഷിയർ ആണ്. അപ്പോൾ ടോട്ടൽ ഈ ലൈനിൽ 2 റിവറ്റായി ഡബിൾ ഷിയർ വരുന്നു, 2 എണ്ണം. ഇനി അടുത്തത് ഈ ലൈനിൽ വരുമ്പോൾ ഇത് രണ്ടും പിച്ച് ലെങ്തിനകത്ത് ഇത് രണ്ടും ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 1 റിവറ്റിൻ സിംഗിൾ ഷിയർ, ഇത് ഡബിൾ ഷിയർ, ഇത് 1 റിവറ്റിൻ ഡബിൾ ഷിയർ. അപ്പോൾ ടോട്ടൽ ഈ ലൈനിൽ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ടോട്ടൽ 4 റിവറ്റ്സ് ഇൻ ഡബിൾ ഷിയർ ആണ്. ഇനി ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ സിംഗിൾ ഷിയർ ആണ്. ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ കണ്ട, ഇവിടെ സ്ട്രാപ്പ് പ്ലേറ്റ് ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് സിംഗിൾ ഷിയർ വരുന്നുള്ളൂ. ഇനി ഇവിടെ വരുമ്പോൾ ഈ റിവറ്റ് ഈ പിച്ച് ലെങ്ത്തിൽ വരുമ്പോൾ പിച്ച് ലെങ്ത്തിന്റെ ഇവിടെ തൊട്ട് ഇത്ര വരെ ഈ പിച്ച് ലെങ്ത്തിൽ ഈ റിവറ്റിന്റെ പകുതി വരുന്നുള്ളൂ. അതുപോലെ ഈ പിച്ച് ഇവിടെ ഈ റിവറ്റിന്റെ പകുതിയും വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ പകുതിയും ഇതിന്റെ പകുതിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 റിവറ്റ് ഇൻ സിംഗിൾ ഷിയർ. അപ്പോൾ സിംഗിൾ ഷിയറിൽ 1 റിവറ്റും ഡബിൾ ഷിയറിൽ 4 റിവറ്റുമാണ് വരുന്നത്. അപ്പോൾ ഈ ഇതൊന്ന് റെഫർ ചെയ്തിട്ടാണ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാനായിട്ട്.